നമസ്കാരം ഡാർക്ക് സ്റ്റുഡിയോയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് കുറച്ച് പ്രീസെറ്റ്സുകളെ കുറിച്ചാണ്. ടൈം ലൈൻ പ്രീസെറ്റ് ചെയ്യാം, മീഡിയ പൂൾ പ്രീസെറ്റ് ചെയ്യാം, ഇവിടെ ഫ്യൂഷൻ പേജ് പ്രീസെറ്റ് ചെയ്യാം, കളർ ഗ്രേഡിംഗ് പേജ് പ്രീസെറ്റ് ചെയ്യാം, ഓഡിയോ പേജിൽ കുറേ പ്രീസെറ്റുകൾ ചെയ്ത് വെക്കാം, ഔട്ട് എടുക്കുന്ന സമയത്ത് ഇതേപോലെ സിമ്പിളായിട്ട് നമ്മൾ ഏത് ഫോർമാറ്റിലാണ് ഔട്ട് എടുക്കുന്നത് അതിന് പ്രീസെറ്റ് ചെയ്ത് വെക്കാം. ഇങ്ങനെ ഒരുപാട് പ്രീസെറ്റുകളെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ 1 by 1 ആയിട്ട് ഓരോന്ന് പറഞ്ഞു പോകാം. അപ്പോൾ മീഡിയ പൂൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഇവിടെ മാസ്റ്റർ എന്നൊരു സെറ്റിങ്സ് ആയിരിക്കും ഉണ്ടാവുക അല്ലേ. ഇതിൻ്റെ അകത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യും വീഡിയോസിലെ എക്സാമ്പിളായിട്ട് എന്തെങ്കിലും വീഡിയോസ് നമ്മൾ ഡ്രാഗ് ചെയ്ത് ഇവിടെ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു പ്രോജക്റ്റ് എടുക്കുന്ന സമയത്ത്, അതായത് നമ്മൾ വീണ്ടും പുതിയൊരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു സംഭവം നമുക്ക് മീഡിയ പൂളിൻ്റെ അകത്ത് കാണാൻ പറ്റില്ല. സാധാരണ ഇതിൽ അതൊരു വിഷയമുള്ള കാര്യമല്ല. പക്ഷേ നമ്മൾ യൂട്യൂബിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ വീഡിയോ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ലോഗോ ആഡ് ചെയ്തിട്ട് കൊടുക്കുന്ന ആളൊക്കെ ആണെങ്കിൽ ഓരോ പ്രാവശ്യം ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്ത് അങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചുകൂടി എളുപ്പമുള്ള ഒരു കാര്യം. എന്താണെന്നറിയോ, ഇവിടെ പവർ ബിൻ എന്നുണ്ട്. ഈ പവർ ബിൻ്റെ അകത്ത് ഞാൻ ഓൾറെഡി സെറ്റാക്കി വെച്ച സംഭവങ്ങളുണ്ട്. ഇവിടെ കണ്ട എൻ്റെ ലോഗോസ് കാര്യങ്ങൾ, അതുപോലെ എനിക്ക് കുറച്ച് എഫക്ട്സ് കാര്യങ്ങളുണ്ട്. എഫക്ട്സ് കാര്യങ്ങൾ, പിന്നെ എൻ്റെ ആരോകളൊക്കെ അല്ലേ, ഈ ആരോകൾ, അതേപോലെ സ്റ്റോക്ക് വീഡിയോസ്, ഷോർട്ട് കട്ടുകൾ ആഡ് ചെയ്യാനുള്ള സംഭവം, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഞാനിങ്ങനെ പ്രീസെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ എക്സാമ്പിളായിട്ട് ഈ ഒരു പ്രോജക്റ്റിൻ്റെ അകത്ത് നിങ്ങൾ ഈ സംഭവങ്ങളൊക്കെ കണ്ടല്ലോ. ഇത് ഞാൻ അടുത്തൊരു പ്രോജക്റ്റ് ഓപ്പൺ ചെയ്യാനായിരിക്കും. ന്യൂ പ്രോജക്റ്റ് ഓപ്പൺ ചെയ്യുകയാണ്. മറ്റതൊക്കെ പോട്ടെ, ന്യൂ പ്രോജക്റ്റ് ഓപ്പൺ ചെയ്തു. ഇപ്പോൾ ഇതിനകത്ത് ഒന്നുമില്ല, പക്ഷേ എൻ്റെ മാസ്റ്റർ ബിന്നും ഈ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയുണ്ട്. ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. ഇതെങ്ങനെ പ്രീസെറ്റ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഇവിടെ 3 ഡോട്ട്സ് കണ്ടോ, ഇതിനകത്ത് സ്മാർട്ട് ബിന്ന്, പവർ ബിന്നുണ്ട്. സ്മാർട്ട് ബിന്ന് ആ ഒരു പ്രോജക്റ്റിൻ്റെ അകത്തുള്ള എത്ര ടൈം ലൈനിലേക്സും വേണ്ട കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കാനുള്ളതാണ്. പക്ഷേ ഷോ പവർ ബിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ അകത്ത് ഈ പവർ ബിന്നുകൾ വരാൻ പറ്റും. അപ്പോൾ നമുക്ക് ഷോ പവർ ബിന്ന് ഓൺ ആക്കാം. ഏറ്റവും ബെസ്റ്റ് യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവം ഇതാണ് കേട്ടോ. ഷോ പവർ ബിന്ന് ഓൺ ചെയ്യുക. ഓഫ് ആക്കി കഴിഞ്ഞാൽ അത് പോയിട്ടോ, ജസ്റ്റ് അവിടെ ടിക്ക് ഉണ്ടെന്ന് കൺഫേം ആക്കുക. ഷോ പവർ ബിൻ ഓൺ ആയി കഴിഞ്ഞാൽ ഇതേപോലെ ഒരു മാസ്റ്റർ എന്നുള്ള ഫോൾഡർ മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ ഞാൻ ചെയ്ത് വെച്ചാണ്. അപ്പോൾ ഈ മാസ്റ്ററിൻ്റെ അകത്ത് എനിക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ ഇതേപോലെ ഓൺ ആയിട്ട് വരും. ഇതിലെനിക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂ ബിൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. ഇതായത് ന്യൂ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നതിന് പകരമാണ് ന്യൂ ബിന്ന്. അപ്പോൾ ന്യൂ ബിന്ന് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ എനിക്കൊരു പുതിയ ബിന്ന് കിട്ടിയില്ലേ. ഈ ബിന്നിന് എനിക്ക് റീനെയിം ചെയ്യാം. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ റീനെയിം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ വർക്ക് എന്നോ എന്തെങ്കിലും അല്ലെങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പേര് കൊടുത്ത് ആ ഒരു ബിന്ന് ഓൺ ചെയ്തിട്ടു. ഈ ബിന്നിൻ്റെ അകത്തേക്ക് നമുക്ക് വേണ്ട ഇമേജുകളൊക്കെ ആഡ് ചെയ്ത് വെക്കാം. അത് ഞാൻ എന്ത് ചെയ്യുമെന്നറിയോ, നമുക്ക് പല രീതിയിൽ ചെയ്യാം കേട്ടോ. കുറച്ചുകൂടി ഒന്ന് ഓർഗനൈസ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ എൻ്റെ യൂട്യൂബ് എന്നുള്ളൊരു ഫോൾഡറിൻ്റെ അകത്ത് ഇതേപോലെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് ഇതിൻ്റെ അകത്ത് ഡാവിഞ്ചി ബിൻ എന്ന് പറഞ്ഞിട്ട് സെറ്റാക്കി വെച്ചാൽ കേട്ടോ. ഇതിൻ്റെ അകത്ത് ബിൻ ഇമേജസ് എന്നുണ്ടോ, ബിൻ ഇമേജ് എന്നുള്ള ഫോൾഡറിൻ്റെ അകത്ത് ഇത്രയും കാര്യങ്ങൾ സെറ്റാക്കി വെച്ചു. ഇവിടെ വന്ന ശേഷം ഈ ബിന്നുള്ള ഇമേജസ് മൊത്തം കമാൻഡ് എ കൺട്രോൾ എ അടിച്ച് മൊത്തം സെലക്ട് ചെയ്തിട്ട് ഇവിടേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ അല്ലേ. ഇനി ഇങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇമ്പോർട്ട് ബിന്ന് കണ്ടാൽ അല്ലെങ്കിൽ ഇമ്പോർട്ട് മീഡിയ ബിന്ന് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇമ്പോർട്ട് മീഡിയ കൊടുക്കുക. ഇമ്പോർട്ട് മീഡിയ കൊടുക്കുക. നമുക്ക് ഏത് മീഡിയാസാണ് വേണ്ടത് ആ ഒരു ഫോൾഡർ അസൈൻ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ യൂട്യൂബിൻ്റെ അകത്ത് ഈ ഒരു ഫോൾഡറിൻ്റെ അകത്ത് നമ്മളൊരു ഓർഗനൈസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രൊഫഷണലായിട്ട് മാറാൻ എളുപ്പമാണ് കേട്ടോ. ഈ സംഭവങ്ങളൊക്കെ എനിക്ക് വേണം, ഇതിനൊക്കെ സെലക്ട് ചെയ്യുക, ഓപ്പൺ കൊടുക്കുക. നേരത്തെ അതേ ഓപ്ഷൻ തന്നെയാണ് ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യുന്നതിന് പകരമുള്ളതാണ്. ഓക്കെ, ഇത്രയും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എല്ലാ വീഡിയോയിലും ഇനി ഇതിൻ്റെ അതും ജസ്റ്റ് ഇവിടേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ അല്ലേ. കണ്ട, ഇനി അടുത്തൊരു ഓപ്ഷൻ എന്താണെന്ന് അറിയാം. ഈ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് വെക്കുന്നതിന് പകരം എനിക്ക് കുറച്ച് എഫക്ട്സുകളാണ് ആഡ് ചെയ്തേക്കുന്നത്. ഈ എഫക്ട്സ് കണ്ടോ, ഈ എഫക്റ്റ് ഞാൻ ജസ്റ്റ് ഇവിടേക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സ്റ്റോക്ക് വീഡിയോ ആഡ് ചെയ്യട്ടെ, എന്നാലേ മുകളിൽ കാണാൻ പറ്റുള്ളൂ. ജസ്റ്റ് ഈ സ്റ്റോക്ക് വീഡിയോ ഞാൻ ഇവിടേക്ക് ആഡ് ചെയ്തു. അതിൻ്റെ മുകളിലേക്ക് ഞാൻ എന്ത് ചെയ്തു, എഫക്റ്റിൻ്റെ അകത്ത് നിന്നിട്ട് ഈ ഒരു ഡൗൺ ആരോ ആഡ് ചെയ്ത സമയത്ത് ഓട്ടോമാറ്റിക്കലി ആ ബാക്ക്ഗ്രൗണ്ടൊക്കെ പോയിട്ട് ഡൗൺ ആരോ ആയിട്ട് തന്നെ അവിടെ വന്നത് കണ്ടോ. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഇനി ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യേണ്ട ആവശ്യം വരില്ല. അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് അറിയാം. ഞാൻ ഒന്നുകൂടെ കാണിക്കാൻ പോവുകയാണ്. മാസ്റ്ററിൻ്റെ അകത്ത് ഞാൻ പുതിയൊരു ബിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ക്രിയേറ്റ് ന്യൂ ബിന്ന് കൊടുത്തിട്ട് അതിൻ്റെ അത് എഫക്ട്സ് എന്നുള്ളൊരു പേര് കൊടുത്തു. അപ്പോൾ എൻ്റെ എഫക്റ്റുകളൊക്കെ ഞാൻ അതിൻ്റെ അകത്ത് ഇങ്ങനെ സേവ് ചെയ്യാൻ പോകണം. അത് ഓൺ ചെയ്തു. ഓക്കെ അല്ലേ. ഇനി ഈ ഒരു വീഡിയോ ക്ലിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വീഡിയോ ക്ലിപ്പാണ്, എഫക്ട് ക്ലിപ്പ് ഒന്നുമല്ല. നോർമലായിട്ട് ഇതേപോലെയുള്ള ഒരു ബ്ലാക്ക് കളറിൻ്റെ അകത്ത് ആരോ വരുന്നൊരു വീഡിയോ ഞാൻ ക്രിയേറ്റ് ചെയ്ത് അതിനെ വീഡിയോ ആയിട്ട് എക്സ്പോർട്ട് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് സേവ് ചെയ്ത് വെച്ചാണ് ഫോൾഡറിൻ്റെ അകത്ത്. ആ ഫോൾഡറിൻ്റെ അകത്തും ജസ്റ്റ് ഇവിടേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക, ടൈം ലൈനിലേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക. എന്നിട്ട് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നോർമലിൽ വന്നിട്ട് ആഡ് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ ഇതേപോലെ ബാക്ക്ഗ്രൗണ്ട് പോയിട്ട് ആഡ് ആവും അല്ലേ. എന്നിട്ട് എനിക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് ഡ്രാഗ് ചെയ്ത് ഇവിടേക്ക് ഡ്രോപ്പ് ചെയ്ത് വെക്കാം. ഓക്കെ അല്ലേ. അടുത്ത പ്രാവശ്യം ഞാൻ ആഡ് ചെയ്ത സമയത്ത് നോക്കിക്കോ ആ ഒരു സെറ്റിങ്സോട് കൂടിയാണ് ഇവിടേക്ക് ആഡ് ചെയ്യുക. അത് എത്ര പ്രോജക്റ്റ് നമ്മൾ പുതിയത് എടുത്തു കഴിഞ്ഞാലും ഇത് തന്നെയാണ് വരിക കേട്ടോ. ഇത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും പ്രശ്നമല്ല, ഇവിടുന്ന് ഇങ്ങോട്ട് എടുത്തിട്ടാൽ മതി. അടുത്ത് എനിക്ക് ഈ ആരോഗ്യം ഇത്ര വലിപ്പം വേണ്ടെന്നുണ്ടെങ്കിലോ ജസ്റ്റ് കുറച്ചൊന്ന് ചെറുതാക്കിയ ശേഷം എനിക്ക് എവിടെയെങ്കിലും ഒരു പൊസിഷനിലാണ് വേണ്ടെങ്കിൽ ഇതേപോലെ അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും അല്ലേ. ഈ ഒരു പൊസിഷനിലാണ് എനിക്ക് എപ്പോഴും വേണ്ട, അല്ലെ കളർ ഗ്രേഡിങ്ങിൻ്റെത് കാണിക്കാൻ വേണ്ടി ഇവിടെയാണ് വേണ്ടത്. അപ്പോൾ എപ്പോഴും അവിടെ തന്നെ വേണം എന്നുള്ളതാണെങ്കിൽ അങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുക. എന്നിട്ട് അതിനെ വീണ്ടും ഇവിടേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് അതിന് റീനെയിം ചെയ്യാം. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു റീനെയിം കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ കിട്ടും. എന്നിട്ട് ഇതിനെ ഞാൻ ഡിലീറ്റ് ചെയ്തിട്ട് വീണ്ടും അതിനൊന്ന് ആഡ് ചെയ്ത് നോക്കിയേ, അത് അവിടെ തന്നെ എപ്പോഴും വരും. സെറ്റ് അല്ലേ. ഇനി ഇതിനെ എനിക്ക് റൊട്ടേഷൻ മാറ്റിയിട്ട് മേലോട്ടേക്ക് ആക്കി വെക്കണമെങ്കിലോ ഇതേപോലെ ആംഗിൾ ഉണ്ടാവണം. റൊട്ടേഷൻ ആംഗിളിൻ്റെ അകത്ത് ഇവിടെ
90 ഡിഗ്രി കൊടുത്തു കഴിഞ്ഞാൽ വലത്തോട്ടേക്ക് തിരിയും, 180 ഡിഗ്രി കൊടുത്തു കഴിഞ്ഞാൽ മേലോട്ടേക്ക് തിരിയും. ലെഫ്റ്റിലേക്ക് വരണേ അതേപോലെ തന്നെ ഒന്നെങ്കിൽ -90 കൊടുത്താൽ മതി, ലെഫ്റ്റിലേക്ക് തിരിയും. അല്ലെങ്കിൽ അതിനനുസരിച്ച് 180 കഴിഞ്ഞിട്ട് അടുത്ത 90 ഡിഗ്രി മുന്നോട്ടേക്ക് കൂട്ടിയിട്ട് ഇട്ടാൽ മതി. 270 എന്താ വരെ എന്നോട്ടെ, എന്തെങ്കിലും ആട്ടെ. അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇതിനെ ഇങ്ങോട്ട് എടുത്തിട്ട് കഴിഞ്ഞാൽ വീണ്ടും ലെഫ്റ്റിലേക്ക് ആരോ വേണമെങ്കിൽ ഇതേപോലെ ഞാൻ ഓരോ പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യേണ്ട, ഇവിടുന്ന് ജസ്റ്റ് ലെഫ്റ്റിലേക്കുള്ള ആരോ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ അല്ലേ? ഇനി അടുത്തൊരു എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടേക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിനെ ആഡ് ചെയ്യണം. എഫക്റ്റിൻ്റെ അകത്ത് വന്നിട്ട് ഈ എഫക്ട്സിൻ്റെ അകത്ത് വന്ന് എഫക്റ്റിൽ വന്നിട്ട് ഇവിടുന്ന് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ഞാൻ ഇവിടേക്ക് ആഡ് ചെയ്തു. ഓക്കെ ആണേ? അപ്പോൾ ഈ വീഡിയോ എനിക്ക് ക്രോപ്പ് ചെയ്യണം. എങ്ങനെയാണ്? 100 മുകളിലും 100 താഴെയും. അപ്പോൾ നമ്മൾ സാധാരണ ക്രോപ്പ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ഫിലിം ലുക്കിലേക്ക് കിട്ടാൻ വേണ്ടി, അതേപോലെ താഴെയും മുകളിലും 100 ക്രോപ്പ് ചെയ്തു. 100 പോരാ അല്ലേ, ഇവിടെ 4K ആയതുകൊണ്ടാണ്. ഇപ്പോൾ 200 ക്രോപ്പ് ചെയ്തു, ഞാൻ 200 ക്രോപ്പ് ചെയ്തു. അപ്പോൾ ഇത് എനിക്ക് എല്ലാ വീഡിയോയിലും എനിക്ക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഞാനിത് ഇവിടേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിട്ട് ഇതിനെ ക്രോപ്പ് എന്നുള്ളൊരു പേരോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുക. ഇനി എന്ത് ചെയ്യുക? എനിക്ക് ഇതേപോലെ പുതിയൊരു ഫുട്ടേജ് ഞാൻ ഇവിടേക്ക് ആഡ് ചെയ്യുകയാണ്. ഇതിനെ ക്രോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരത്തെ ആഡ് ചെയ്ത് വെച്ചോ ഈ ഒരു ബിന്നിൻ്റെ അകത്തുനിന്ന് ഷട്ടർ സ്റ്റോക്കിൻ്റെ വീഡിയോൻ്റെ അകത്തുനിന്ന് ഒരു വീഡിയോ ഞാൻ ഇവിടേക്ക് ആഡ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യും? എൻ്റെ എഫക്ട്സിൻ്റെ അകത്ത് വരും. നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത എഫക്ട് ഫോൾഡറിൻ്റെ അകത്ത് വന്നിട്ട് ഈ ക്രോപ്പിനെ ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് ഇവിടെ കിട്ടാൻ നോക്കി. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ക്രോപ്പ് ആഡായി കണ്ട. എനിക്ക് ക്രോപ്പിന് വേറെ എന്തെങ്കിലും കളർ അഡ്ജസ്റ്റ്മെൻ്റ് ആണെങ്കിലും വേണ്ട ഒരു കളർ എല്ലാ വീഡിയോയിലും എനിക്ക് ഒരു പ്രത്യേക കളർ വേണമെങ്കിൽ ഞാൻ ഇതേപോലെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തു. കളർ ഗ്രേഡിൽ വന്നു. ഇത്തിരി ഒരു എക്സാമ്പിളായിട്ട് കാണിക്കാൻ ഈ ഒരു നീല കളർ എനിക്ക് എല്ലാ വീഡിയോയിലും കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഇവിടേക്ക് ആഡ് ചെയ്ത് വെച്ചു. അപ്പോൾ ഈ വീഡിയോ ഈ ഒരു എഫക്ട്സ് ഞാൻ ഡിലീറ്റ് ചെയ്തു. ഇവിടെ സ്റ്റോക്കിൽ വന്നിട്ട് വേറൊരു വീഡിയോ ഞാൻ ഇവിടേക്ക് ആഡ് ചെയ്തു. എന്നിട്ട് വീണ്ടും എഫക്റ്റിൽ വന്നിട്ട് ഏതാണ് നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ കളർ അല്ലേ, ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിനെ ഇവിടേക്ക് ആഡ് ചെയ്താൽ നോക്കിയേ കണ്ടോ, ആ ഒരു കളർ അവിടേക്ക് വന്നു. ചെറിയൊരു കളർ മാറ്റമേ ഉള്ളൂ, അതുകൊണ്ട് കറക്റ്റ് അറിയാത്ത. എന്നാലും വി അടിച്ചു കഴിഞ്ഞാൽ ഹൈഡ് ആവും കണ്ടോ, ഓൺ ഓഫ് ചെയ്ത് നോക്കാൻ പറ്റും കണ്ടോ. ഈ ഒരു സംഭവം എനിക്ക് എല്ലാത്തിലേക്കും കൊടുക്കാം. അതിന് ക്രോപ്പ് വേണമെങ്കിലോ ക്രോപ്പ് ഇതേപോലെ ആഡ് ചെയ്ത് കൊടുത്താൽ ക്രോപ്പും കിട്ടി. ഇനി ക്രോപ്പ് ഇതിൻ്റെ മേലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാലോ കളറും കിട്ടി, ക്രോപ്പും കിട്ടി. എനിക്ക് പെട്ടെന്ന് ചെയ്യേണ്ട വീഡിയോകളൊക്കെ ഇതുപോലെ പ്രീസെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, എനിക്ക് സൂം എഫക്റ്റ് ഉണ്ട്, അതെങ്ങനെയാണ് ചെയ്യുന്നത് അറിയാം. ഞാൻ ഇത് രണ്ടൊന്ന് ഡിലീറ്റ് ചെയ്യട്ടെ. ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലിപ്പ് ഇവിടേക്ക് ആഡ് ചെയ്തു. എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് സൂമിങ് അല്ല എനിക്ക് കിട്ടേണ്ടത്. അപ്പോൾ തുടക്കത്തിൽ ഞാൻ കീ ഫ്രെയിം ഇവിടെ അപ്ലൈ ചെയ്തു. എങ്ങനെയാണ് സൂം ഒന്നും ആണ്ട് അങ്ങനെ തന്നെ മതി. ഇത്തിരി മുന്നോട്ടേക്ക് നീങ്ങുമ്പോൾ എനിക്ക് സൂമായിട്ട് വരണം. എത്ര സൂം ആവണം? ഇത്രയും സൂം ആവണം. അങ്ങനെ സെറ്റാക്കിയേ. എന്നിട്ട് കുറച്ച് മുന്നോട്ടേക്ക് വന്നിട്ട് ഇതിൻ്റെ എൻഡിലേക്ക് വന്നിട്ട് എന്ത് ചെയ്തു? ഇതേപോലെ അവിടെ ഒരു കീ ഫ്രെയിം അപ്ലൈ ചെയ്തു. ഇത് തീരുന്ന സമയത്തേക്ക് സാധാ 1ലേക്ക് സെറ്റാക്കി. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ പ്ലേ ചെയ്താൽ നോക്കിയോ, എൻ്റെ വീഡിയോ കണ്ടോ സൂമായി. ആ ഒരു എഫക്റ്റ് എനിക്ക് അടുത്തൊരു വീഡിയോയിലേക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതേപോലെ സൂം ഔട്ടായി. ഇതെനിക്ക് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് വെക്കാവുന്നേ ഉള്ളൂ. ഞാൻ ഫാസ്റ്റായിട്ട് കാണിച്ചാണ്. അപ്പോൾ ഈ വീഡിയോയിൽ അപ്ലൈ ആയി. അപ്പോൾ ഞാൻ ഇതിനെ പ്രീസെറ്റ് ചെയ്ത് വെക്കണം അല്ലേ. അപ്പോൾ നമ്മുടെ എഫക്റ്റ് ഫോൾഡറിൻ്റെ അകത്തേക്ക് ജസ്റ്റ് പ്രീസെറ്റ് ചെയ്തു. ഇതിന് സൂം എന്നുള്ളൊരു പേര് കൊടുത്തു. ഓക്കെ അല്ലേ. അപ്പോൾ ഞാൻ ഇത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞ് വേറൊരു വീഡിയോ ആഡ് ചെയ്തു. പുതിയൊരു പ്രൊജക്റ്റിലാണെങ്കിലും ഇതേപോലെ സൂം ചെയ്ത് കാണിക്കേണ്ട ഭാഗങ്ങളിൽ സൂം ആഡ് ചെയ്തു. സൂം കണ്ട അടിപൊളിയായിട്ടുണ്ട് അല്ലേ. ഇതേപോലെ എല്ലാ വീഡിയോയിലും എനിക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റും കണ്ടോ. സൂം ഔട്ട് ഇതുപോലെ ജമ്പായി പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം കൂടി നമുക്ക് പ്രീസെറ്റ് ചെയ്ത് വെക്കണമെങ്കിൽ പ്രീസെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് എന്തൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിൽ ചെയ്യാൻ പറ്റുന്നോ അതൊക്കെ നമുക്ക് ഇവിടെ പ്രീസെറ്റ് ചെയ്ത് വെക്കാം. അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ മാത്രമല്ല, ഫോട്ടോസ് വീഡിയോസ് ഒക്കെ ഇതേപോലെ ഇത്തിരി ചെറുതാക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെയാണ് ഈ വീഡിയോ എല്ലാ വീഡിയോസും ഇങ്ങനെ വരണമെങ്കിൽ ഇതേപോലത്തെ ഒരു പ്രീസെറ്റ് എനിക്ക് സെറ്റാക്കി വെച്ചാൽ മതി. ഇനി എൻ്റെ ലോഗോ ആഡ് ചെയ്യണമെങ്കിൽ ഇതേപോലെ എഫക്ട്സിൻ്റെ അകത്ത് ഞാൻ ജസ്റ്റ് എൻ്റെ ലോഗോനെ ഇതേപോലെ സെറ്റാക്കി വെച്ചാണ് കണ്ടോ. ഇതേപോലെ തന്നെയാണ് ലോഗോനെ വലിപ്പം അഡ്ജസ്റ്റ് ചെയ്തു, പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്തു, ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് ഇവിടെ ഇട്ടു. അത്രേ ഉള്ളൂ. സിമ്പിളായിട്ട് എൻ്റെ ലോഗോ എല്ലാ വീഡിയോയിലും എനിക്ക് ഇതേപോലെ ആഡ് ചെയ്യാം. പിന്നെ ലെങ്ത് ഒക്കെ വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ കൂട്ടി കൊടുക്കാവുന്നുള്ളൂ. ലെങ്ത് കൂട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി അറിയാം. കമാൻഡ് ഡി കൺട്രോൾ ഡി അടിച്ച് കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് എത്ര ലെങ്ത് വേണമെന്നുള്ള ചോദിച്ചു. 10 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 10 മിനിറ്റ് വരെ അതിങ്ങനെ ലെങ്തി ആയിട്ട് പോയിക്കോളും. അതൊരു സിമ്പിൾ ട്രിക്കാണ്, നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. പിന്നെ അപ്പോൾ ആ ഒരു സെക്ഷൻ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. ഇനി അടുത്ത പ്രീസെറ്റ് വരുന്നത് ഇനി നിങ്ങൾക്ക് എൻ്റെ ടൈം ലൈനിനെ ഇതേപോലെ പ്രീസെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു ടൈം ലൈനിൻ്റെ അകത്ത് ഓഡിയോക്ക് വേണ്ട പ്രത്യേകതകൾ, വീഡിയോക്ക് വേണ്ട പ്രത്യേകതകളൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. എഫക്റ്റുകളൊക്കെ സെറ്റാക്കി വെച്ചിട്ട് ആ ഒരു ടൈം ലൈൻ നമുക്ക് പ്രീസെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അത് ലാസ്റ്റ് ആയിട്ട് പറയാം. അപ്പോൾ ഈ ഓരോ കാര്യങ്ങൾ പറഞ്ഞു പോയിട്ട് അവസാനത്തെ കാര്യം അൾട്ടിമേറ്റ് ഉള്ള ഒരു കാര്യം ലാസ്റ്റ് പറയുന്നല്ലേ. അപ്പോൾ ഓരോന്നോരോന്ന് എല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ. ഈ പവർ ബിൻ നമ്മൾ സെറ്റാക്കി ആ ഏരിയ കഴിഞ്ഞു കേട്ടോ. ഇനി ഞാനിവിടെ ഓഡിയോൻ്റെ ഏരിയയിലേക്ക് പോവുകയാണെങ്കിൽ ഓഡിയോയിൽ കുറച്ച് പ്രീസെറ്റ്സ് എനിക്ക് വേണം. എക്സാമ്പിളായിട്ട് ഞാൻ കാണിച്ചു തരാം. എൻ്റെ ഡിഫോൾട്ട് ടൈം ലൈൻ കാണിച്ചു തന്നാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ മനസ്സിലാവില്ല. എന്തൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്യണേ. എന്നിട്ട് ഞാനിവിടെ പുതിയൊരു ടൈം ലൈൻ ക്രിയേറ്റ് ചെയ്യുകയാണ്. അതിൽ ക്രിയേറ്റ് ടൈം ലൈൻ്റെ അകത്ത് നിങ്ങളുടെ യൂസ് ഫെയർലൈറ്റ് പ്രീസെറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കണ്ടത് നിങ്ങളെ
ഇതിലുണ്ടാവില്ല. അപ്പോൾ ഞാൻ അതൊന്ന് ക്ലിക്ക് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുകയാണേ. ഇപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഓഡിയോ ട്രാക്കുകളൊക്കെ വന്ന് കാണാൻ പറ്റും. ഒരു വോയിസ് ട്രാക്ക് ഉണ്ട്, ഒരു മ്യൂസിക് ട്രാക്ക് ഉണ്ട്, ഇങ്ങനെ കേട്ടോ. ഈ ട്രാക്കിൻ്റെ പ്രത്യേകത എന്താ അറിയോ, ഈ മൈ വോയിസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അത് ഒന്നാമത്തെ ട്രാക്കാണ് കേട്ടോ. ഒന്നാമത്തെ ട്രാക്കിൻ്റെ EQ എടുത്തു കഴിഞ്ഞാൽ കണ്ടോ, ഈക്വലൈസർ ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ച ഈക്വലൈസറാണ് ട്രാക്കിലേക്ക് പെട്ടെന്ന് വന്നത്. അതേപോലെ ഡൈനാമിക് കണ്ടോ, നോയ്സ് കംപ്രസ് ചെയ്തു. അതേപോലെ ഓവറായിട്ട് സൗണ്ട് വരികയാണെങ്കിൽ അതിനെ കംപ്രസ് ചെയ്തു. ഇങ്ങനത്തെ 2 കാര്യങ്ങൾ ഞാനിവിടെ ഓൾറെഡി പ്രീസെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് എല്ലാ ഓഡിയോയിലും വരും. അപ്പോൾ ഇതേപോലെ ഒരു പ്രീസെറ്റ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഓഡിയോയിൽ വരിക, എന്നിട്ട് നമുക്ക് വേണ്ട പ്രീസെറ്റുകൾ എങ്ങനെയാണോ അതൊക്കെ സെറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. ട്രാക്കിൻ്റെ അകത്ത് ആ കാര്യങ്ങളൊക്കെ നമ്മൾ ബേസിക് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഇനി അധികം പറയുന്നില്ല. ഒരു ഓഡിയോ റെക്കോർഡിംഗ് ട്രാക്ക്, ഒരു മൈ വോയിസ് ട്രാക്ക്, പിന്നെ ഒരു മ്യൂസിക്കിൻ്റെ ട്രാക്ക് ഉണ്ട്. മ്യൂസിക് ട്രാക്കിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ അവിടെ -29 dB ആണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. മ്യൂസിക് ട്രാക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെ വോളിയം കുറച്ച് വെച്ചാണ്. മ്യൂസിക് ഓരോ പ്രാവശ്യം ഞാൻ കുറയ്ക്കേണ്ട കാര്യം വരുന്നില്ല. എന്നിട്ട് എന്ത് ചെയ്യുക, വേണ്ട കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഫെയർലൈറ്റ് സെറ്റിങ്സിൽ വരിക. പ്രീസെറ്റ് ലൈബ്രറി എന്ന് കാണാൻ പറ്റും കണ്ടോ. പ്രീസെറ്റ് ലൈബ്രറി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഏതാണോ പ്രീസെറ്റ് ചെയ്യേണ്ടത്, ഫെയർലൈറ്റ് കോൺഫിഗ് പ്രീസെറ്റ് അല്ലേ നമ്മൾ ചെയ്യേണ്ടത്, ആ ഒരു സംഭവം എടുക്കുക. അപ്പോൾ ഇവിടെ ഞാൻ ഓൾറെഡി ഡാർക്ക് പ്രൂഫ് എന്നാണ് സേവ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് പുതിയതായിട്ട് സേവ് ചെയ്യണമെങ്കിൽ ഇവിടെ സേവ് ന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ക്രിയേറ്റ് ന്യൂ കൊടുത്ത് എന്തെങ്കിലും ഒരു പേരും കൊടുത്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പ്രീസെറ്റ് ഇവിടെ സേവ് ആയിട്ടുണ്ടാവും. ഇനി അടുത്ത പ്രാവശ്യം നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ടൈം ലൈന് ക്രിയേറ്റ് ടൈം ലൈൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ ഓപ്ഷൻ ഉണ്ടാവും. ഒന്ന് കൂടുതൽ ട്രാക്കുകൾ ഇതേ പ്രീസെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതൊക്കെ ഉണ്ടാവും. ഇവിടെ ടിക്ക് ചെയ്ത് കൊടുത്ത്, ടിക്ക് ചെയ്യാതെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഒന്നും സാധാ ടൈം ലൈനാണ് ഉണ്ടാവുക കേട്ടോ. പകരം ടിക്ക് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ പ്രീസെറ്റ് ഒരുപാട് ട്രാക്കുകൾ ആഡ് ആയിട്ടുണ്ടാവും. ഓക്കെ അല്ലേ? ഇത് ഒരു അടിപൊളി പ്രീസെറ്റ് ആണ്. ഒന്നുകൂടെ പറയുകയാണെ, ഓഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഓരോ പ്രാവശ്യവും ഞാൻ ഇതേപോലെ നോയ്സ് കംപ്രസ് ചെയ്യേണ്ട, ഐസൊലേഷൻ ആഡ് ചെയ്യേണ്ട, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ ആഡ് ചെയ്യേണ്ട. ഇത് ട്രാക്കിൻ്റെ അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓൾറെഡി ഐസൊലേഷന് ഡയലോഗ് ലെവലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാണ്. അതേപോലെ ഓഡിയോ 1ൻ്റെ കണ്ടോ, ഈക്വലൈസറും അതേപോലെ കംപ്രഷനൊക്കെ ചെയ്ത് വെച്ചാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ എനിക്ക് വളരെ എളുപ്പമാണ്. ആ ഒരു ട്രാക്കിലേക്ക് എൻ്റെ ഓഡിയോ ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് കൊടുത്ത് ആ എഫക്റ്റ് ഒക്കെ അതിൻ്റെ അകത്ത് വരും. അടുത്തതുപോലെ മ്യൂസിക് ട്രാക്കിൻ്റെ ഒക്കെ പറഞ്ഞു അല്ലേ. അപ്പോൾ ആ ഒരു പ്രീസെറ്റ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും ചെയ്ത് നോക്കാം. അടുത്തൊരു പ്രീസെറ്റ് ചെയ്യാൻ പോകുന്നത് ഫ്യൂഷൻ്റെ അകത്താണ്. ഫ്യൂഷൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഓൾറെഡി പ്രീസെറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലേ. എല്ലാ വർക്കും നമുക്ക് വേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ എക്സാമ്പിളായിട്ട് കാണിച്ചു തരാം. ഷിഫ്റ്റ് സ്പേസ് അടിച്ച് കഴിഞ്ഞാൽ ഞാൻ മൈ ഇൻട്രോ എന്നുള്ള ഒരു സംഭവം ആഡ് ചെയ്യണേ. മൈ ഇൻട്രോ ഞാൻ ഇവിടേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഞാൻ ഓൾറെഡി പ്രീസെറ്റ് ചെയ്ത സംഭവങ്ങൾ ഇവിടെ ഓട്ടോമാറ്റിക്കലി വന്നില്ല. ഇനി എനിക്ക് എൻ്റെ വീഡിയോ മാത്രം ഇവിടേക്ക് ആഡ് ചെയ്താൽ മതി. അതിനും എനിക്ക് ഓപ്ഷൻ ഉണ്ട്. ഞാൻ ഇവിടേക്ക് ഒരു നോഡ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടേക്ക് ജസ്റ്റ് എൻ്റെ വീഡിയോ കണക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. എൻ്റെ വർക്ക് ഫുള്ള് കഴിഞ്ഞു. എൻ്റെ ഗ്രീൻ സ്ക്രീന് വരെ റിമൂവ് ആയിട്ട് പോകും. അപ്പോൾ അങ്ങനെയുള്ളൊരു സംഭവം ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വേണ്ട പ്രീസെറ്റുകളൊക്കെ നിങ്ങൾ വേറെ എന്തെങ്കിലും ആയിരിക്കും ചെയ്തിട്ടുണ്ടാവില്ലേ, അത് മൊത്തം ചെയ്ത് ഈ മീഡിയ ഔട്ടില്ല അതിനൊന്ന് മാറ്റി വെച്ച് ബാക്കി മൊത്തം ഭാഗം സെലക്ട് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ അകത്ത് സെറ്റിങ്സ് കാണാൻ പറ്റും. സെറ്റിങ്സിൽ സേവ് ആസ് എന്ന് കൊടുക്കുക. ഓക്കെ അല്ലേ? സേവ് ആസ് കേട്ടോ. സേവ് ആസ് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ ഫോൾഡർ ഓപ്പൺ ആയി വരും. ഡിഫോൾട്ടായിട്ട് നമുക്ക് വരുന്ന ഒരു ഫോൾഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും അതിൻ്റെ പാത്ത്. ലൈബ്രറി, ആപ്ലിക്കേഷൻ, ബ്ലാക്ക് മാജിക് ഡിസൈന്, അതിൻ്റെ അകത്ത് ഫ്യൂഷൻ, അതിൻ്റെ അകത്ത് സെറ്റിങ്സ് എന്നുള്ളൊരു ഫോൾഡറിൻ്റെ അകത്തേക്ക് ആയിരിക്കും വരും. ഇവിടെ സെറ്റിങ്സിലേക്ക് വേണമെങ്കിൽ നമുക്ക് സേവ് ചെയ്യാം. അതിന് പകരം എനിക്ക് കുറച്ചുകൂടി എളുപ്പമായിട്ട് തോന്നുന്നത് ഈ മാക്രോസിൻ്റെ അകത്തേക്ക് നമുക്ക് വേണ്ട ഒരു പേരിട്ട് ആ ഒരു സെറ്റിങ്സിനെ സേവ് ചെയ്ത് വെക്കുക. ഓക്കെ, സേവ് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ക്യാൻസൽ അടിക്കുകയാണ്. ഈ സേവ് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം നമ്മൾ ഷിഫ്റ്റ് സ്പേസ് അടിക്കുന്ന സമയത്ത് ആ ഒരു പ്രീസെറ്റ് ചെയ്ത് വെച്ച സംഭവം നമ്മൾ മൈ ഇൻട്രോ എന്നുള്ള പേര് കൊടുത്തു കഴിഞ്ഞാൽ മൈ ഇൻട്രോ 2 ഓപ്ഷൻ കണ്ടോ. സ്വിച്ച് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, വേറൊരു ഓപ്ഷൻ ഉണ്ട്. ഈ 2 കാര്യങ്ങൾ നമുക്ക് ഇവിടേക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? കണ്ടോ, ഇതേപോലെ നമുക്ക് വേണ്ട ഒരു പ്രീസെറ്റ് നമുക്കിവിടെ ചെയ്ത് വെക്കാൻ വളരെ എളുപ്പമാണ്. ഇത്രയും ചെയ്താൽ മതി. ഇനി അടുത്തൊരു ഫ്യൂഷൻ ചെറിയൊരു പ്രീസെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇതേപോലെയാണല്ലോ യൂസ് ചെയ്യുന്നത്. നിങ്ങളിത് മുകളിൽ 2 വ്യൂറും താഴെ ചെറിയൊരു വർക്ക് സ്പേസ് വരെയൊരു വർക്ക് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ കൂടുതൽ വലിയൊരു വർക്ക് സ്പേസ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാം. ഇവിടെ വന്നിട്ട് വർക്ക് സ്പേസിൽ വന്നിട്ട് എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, എന്നാലും പറയാണ്. വർക്ക് സ്പേസിൽ ലേഔട്ട് പ്രീസെറ്റിൽ താഴേക്ക് വന്ന ഫ്യൂഷൻ പ്രീസെറ്റ് കാണും. അതിൽ ഈ ഒരു മിഡ് ഫ്ലോ വെർട്ടിക്കലിലുള്ള ഈ സംഭവം കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ടൊരു ടൈപ്പിലേക്ക് അറേഞ്ച് ചെയ്ത് വെക്കുക. ഇങ്ങനെ മതി. ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ച ശേഷം എന്ത് ചെയ്യുക, വീണ്ടും വർക്ക് സ്പേസിൽ തന്നെ വരിക, ലേഔട്ട് പ്രീസെറ്റിൽ വരിക. ഞാൻ എന്ത് ചെയ്യുക, സേവ് ലേഔട്ട് ആസ് പ്രീസെറ്റ് ഈ ഒരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഈ ലേഔട്ട് സെറ്റ് ചെയ്ത് അതേപോലെ ഇത് പ്രീസെറ്റ് ആവും. ഓക്കെ അല്ലേ? പിന്നെ നമ്മൾ എപ്പോൾ ഓപ്പൺ ചെയ്യുന്ന സമയത്തും ഇവിടെ വന്നിട്ട് എപ്പോൾ ഓപ്പൺ ചെയ്യുന്ന സമയത്തും ഇതേപോലെ ആയിരിക്കും ഓൺ ആകും. അത് അടുത്തൊരു പ്രീസെറ്റ്. ഇനി അതുപോട്ടെ, അടുത്തൊരു പ്രീസെറ്റിലേക്ക് പോകും. അടുത്ത കളർ ഗ്രേഡിംഗ് പ്രീസെറ്റാണ്. കളർ ഗ്രേഡിങ്ങിൻ്റെ പ്രീസെറ്റ് എന്ന് പറഞ്ഞാൽ ലെറ്റ്സ് ആണ് അല്ലേ. ലെറ്റുകളാണ് കളർ ഗ്രേഡിൻ്റെ പ്രീസെറ്റ്. ലുക്കപ്പ് ടേബിൾ എന്നാണ് അതിൻ്റെ ഒരു ഫുൾ ഫോം, ലെറ്റ് എന്ന് പറയുമ്പോൾ. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാനിവിടെ ടൈം ലൈനിൽ വെറുതെ കാണിക്കാൻ വേണ്ടിയാണ് ജസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ആഡ് ചെയ്തു. അതിൻ്റെ കളർ ഗ്രേഡിങ്ങിൽ വന്നു. ഞാൻ ഇതേപോലെ ഒരു കളർ ഗ്രേഡ് ഒരു പ്രീസെറ്റ് ആഡ് ചെയ്തു. എനിക്ക് എല്ലാ വീഡിയോയിലും ഇതേപോലെ ചെറിയൊരു റോസ് കളർ കിട്ടുന്നത്, അതാണല്ലോ ലെറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് പല രീതിയിലും പ്രീസെറ്റ് ചെയ്യാം കേട്ടോ. വീഡിയോ ആണെങ്കിൽ വീഡിയോ ചെയ്യാം. ഇപ്പം ഞാൻ വേഗം ഒരു എക്സാമ്പിൾ കാണിക്കുകയാണ്.
ഇപ്പോൾ കളർ ഗ്രേഡിങ് കംപ്ലീറ്റ് ആയില്ല. ഇനി എനിക്കിവിടെ പുതിയ നോഡൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് നോഡൊക്കെ കൊടുക്കാം. നോഡിൻ്റെ അകത്ത് വരുന്ന പ്രീസെറ്റുകളൊക്കെ എനിക്ക് എന്താ പറയുക ഇതിനെ ബാധിക്കും കേട്ടോ. പ്രീസെറ്റിനെ ബാധിക്കും. ഈ നോഡുകളെല്ലാം കൂടെ കൂടിയതാണ് ഞാനിവിടെ പ്രീസെറ്റ് ചെയ്യാൻ പോണേ. ഇനി എന്ത് അറിയാം, ഇവിടെ മീഡിയ പൂളിൻ്റെ അപ്പുറത്തായിട്ട് ക്ലിപ്പ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ക്ലിപ്പ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ക്ലിപ്പ് ഇവിടെ കാണാൻ പറ്റും. ആ ക്ലിപ്പിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ജനറേറ്റ് ലെറ്റ് കൊടുക്കുക. അതിൻ്റെ അകത്ത് 62 പോയിന്റ് ക്യൂബ് എന്നുണ്ടോ ആ സംഭവം ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് എവിടേക്കാണ് പ്രീസെറ്റ് ചെയ്യേണ്ടത്, ലെറ്റിൻ്റെ അകത്ത് നമുക്ക് പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ന്യൂ ഫോൾഡർ കൊടുത്തൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യട്ടെ. ഞാനിവിടെ മൈ ലെറ്റ് എന്നുള്ളൊരു ഫോൾഡർ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടേക്ക് നമുക്ക് വേണ്ട ഒരു പേര് റെഡ് ഗ്രീൻ എന്നുള്ളൊരു സംഭവമാണുള്ളത്. അപ്പോൾ റെഡ് ഗ്രീൻ എന്നുള്ളൊരു പേര് കൊടുത്തു. അവിടേക്ക് ഞാൻ സേവ് കൊടുത്തു. ഇപ്പോൾ എന്താ സംഭവം എന്ന് അറിയാം, ആ ഒരു ലെറ്റ് ഇവിടേക്ക് പ്രീസെറ്റ് ആയി. കണ്ട ഇനി ഏത് വീഡിയോയിലേക്ക് വേണമെങ്കിലും ഈ സംഭവത്തിലേക്ക് പ്രീസെറ്റ് ആയിട്ട് ആഡ് ചെയ്യാം. അടുത്ത പ്രാവശ്യം ഞാൻ ഓൺ ചെയ്യുന്ന സമയത്തും ഇതേപോലെ ഇവിടെ ലെറ്റ് ഓപ്ഷൻ ഓഫാണ്, ഓൺ ചെയ്യുക. ഇതേപോലെ മൈ ലെറ്റ് എന്നുണ്ടാവും അവിടെ അല്ലേ. മൈ ലെറ്റിൽ വന്നു കഴിഞ്ഞാൽ ഈ ലെറ്റുകൾ ഒക്കെ പ്രീസെറ്റ് ചെയ്ത് വെച്ചാണ് നേരത്തെ ഈ ലെറ്റുകളൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഓഡിയോയുടെ പ്രീസെറ്റ് എങ്ങനെയാണെന്ന് നോക്കാം അല്ലേ. നേരെ ഫെയർലൈറ്റ് പേജിൻ്റെ അകത്ത് വന്നു. ഫെയർലൈറ്റ് പേജിൻ്റെ അകത്ത് ഓഡിയോ ട്രാക്കുകൾ ഇവിടെ കാണാൻ പറ്റില്ലേ. അപ്പോൾ ട്രാക്കുകൾ നമുക്ക് പുതിയ ട്രാക്കുകളൊക്കെ ഇവിടേക്ക് ഇങ്ങനെ ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ട്രാക്കിൻ്റെ അകത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്കിവിടെ നേരത്തെ ചെയ്ത പോലെ ഓരോ ട്രാക്കിന് ഓരോ സെറ്റിങ്സിൽ ചെയ്യുകയല്ല ഇപ്പോൾ ചെയ്യുന്നത്. അതിന് പകരം ഞാനിവിടെ ഈക്വലൈസർ ഉള്ള സെറ്റിങ്സ് ഉണ്ട്. അവിടെ ഡൈനാമിക്സിൽ ഡൈനാമിക്സും കണ്ടോ. അപ്പോൾ ഈക്വലൈസർ ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്തു. അപ്പോൾ എനിക്ക് വേണ്ട ഒരു ഈക്വലൈസിങ് സെറ്റിങ്സ് പറഞ്ഞാൽ എപ്പോഴും ഇത് ഇങ്ങനെയല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ്, നിങ്ങൾക്കൊരു ഇഷ്ടം ഉണ്ടാവും അതിന് സെറ്റ് ചെയ്യാം കേട്ടോ. ഈക്വലൈസർ സെറ്റ് ചെയ്യാൻ അറിയില്ലെങ്കിൽ അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ സെറ്റ് ചെയ്ത് ഇതേപോലെ DB ഒക്കെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത ശേഷം എനിക്ക് ഈ ഒരു സെറ്റിങ്സാണ് ഇനി എല്ലാ വീഡിയോയിലും വേണ്ടതെന്ന് കരുതുക. എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ, ഇവിടെ വന്നിട്ട് ഈ ഒരു പോയിന്റ് ഉണ്ടോ, ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ക്രിയേറ്റ് ന്യൂ കൊടുക്കുക. ഇതിൻ്റെ അകത്ത് എനിക്ക് എന്തെങ്കിലും ഒരു പേര് കൊടുത്ത ശേഷം ഇതിനെ സേവ് ചെയ്യാം. കണ്ടോ, ഇപ്പോൾ എനിക്ക് ഇവിടുന്ന് ഈ ഒരു പ്രീസെറ്റ് മാറ്റിയിട്ട് ഞാനിപ്പോൾ സേവ് ചെയ്ത ആ ഒരു സംഭവം ഇവിടേക്ക് DS എന്നുള്ള ഈ സംഭവം കിട്ടി. ഇതെനിക്ക് ഇവിടേക്ക് ആഡ് ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ അല്ലേ. അതേപോലെ അടുത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈക്വലൈസറിൻ്റെ മുകളിലായിട്ട് ഈ ഒരു ഓപ്ഷൻ കണ്ടോ, അതായത് ഡൈനാമിക്സ്. നമുക്ക് ഈ ഡൈനാമിക്സ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും സംസാരിക്കുകയോ വീഡിയോ പ്ലേ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വരെയൊക്കെ ഒരു 50 dB വരെയൊക്കെ നോയ്സിൻ്റെ വല്ലാതെ കടന്നുകയറ്റം ഉണ്ടാവും. ആ നോയ്സിൻ്റെ കടന്നുകയറ്റം ഒഴിവാക്കാൻ വേണ്ടി ഈ കംപ്രഷൻ ഓൺ ആക്കിയിട്ട് അതുപോലെ ലിമിറ്റർ ഓൺ ആക്കുക. എന്നിട്ട് ഇവിടെ ഓവറായിട്ട് വരുന്ന സൗണ്ടുകൾ അവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതേപോലെ ഇവിടെ എന്ത് ചെയ്യാം, ഈ ഒരു ത്രഷോൾഡും ഈ സംഭവം അഡ്ജസ്റ്റ് ചെയ്തിട്ട് റേഷ്യോ കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓവറായിട്ട് വരുന്ന നോയ്സിന് ഇവിടെയും റിഡക്ഷൻ ചെയ്യാം. നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഓക്കെ അല്ലേ. ഇനി അടുത്തത് നമ്മൾ എന്തെങ്കിലും എഫക്ട്സുകൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ എക്കോ നമ്മൾ ആഡ് ചെയ്തില്ലേ, ഈ എക്കോൻ്റെ അത് നമുക്ക് ഈ എക്കോ പ്രീസെറ്റുകൾ ഇങ്ങനെയൊക്കെയാണ് ഡിഫോൾട്ടായിട്ട് വേണ്ടതെങ്കിൽ ഇതേപോലെയൊക്കെ ചെയ്ത ശേഷം ഇവിടെ വന്നിട്ട് സെറ്റ് ആസ് ഡിഫോൾട്ട് എന്നുണ്ടാവും. നിങ്ങൾ ഒരു ഓപ്ഷൻ എടുത്ത് നോക്കുക കേട്ടോ, കൂടുതൽ പറയുന്നില്ല. സെറ്റ് ആസ് ഡിഫോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഈക്വലൈസർ ഓൺ ആക്കുന്ന സമയത്ത് ഈ ഒരു സെറ്റിങ്സ് ആയിരിക്കും ഉണ്ടാവുക. ഈ എക്കോ ഓൺ ആക്കുന്ന സമയത്ത് എക്കോ മാത്രമല്ല അതുപോലെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടല്ലേ നമുക്ക് ഓഡിയോയിൽ. അത് പിച്ച് നമുക്ക് എപ്പോഴും ഈ ഒരു സ്റ്റൈലിലാണ് പിച്ച് കിട്ടേണ്ടതെങ്കിൽ ഇങ്ങനെ സെറ്റാക്കി വെച്ച ശേഷം ഇവിടെ സെറ്റ് ആസ് ഡിഫോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഓൺ ചെയ്യുന്ന സമയത്ത് ആ ഒരു പ്രീസെറ്റിലായിരിക്കും വരിക. നമുക്ക് ഔട്ട്പുട്ട് എടുക്കുന്ന സമയത്ത് റെൻഡർ ചെയ്യുന്ന ഫോർമാറ്റ് ഏതാണെന്നൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഡെലിവർ പേജിൽ വരിക. ഡെലിവർ പേജിൽ വന്ന് കസ്റ്റം എന്നുള്ള ഈ ഒരു ഓപ്ഷൻ എടുത്ത ശേഷം നമുക്ക് വേണ്ട ഒരു പേര് ഇവിടെ കൊടുക്കുക. ഇപ്പോൾ YTB, ഇനി എല്ലാ ഇതിലും YTB എന്നുള്ളൊരു പേരിലായിരിക്കും ഔട്ട് വരിക. പിന്നെ അവിടെ നമുക്ക് ജസ്റ്റ് മാറ്റി കൊടുക്കുക. അതുപോലെ ഡിഫോൾട്ടായിട്ട് ഏതെങ്കിലും ഒരു ഫോൾഡറിലേക്ക്, ഈ ഒരു ഫോൾഡറിലേക്കാണ് എനിക്ക് എപ്പോഴും ഔട്ട് കിട്ടണമെങ്കിൽ അത് സെറ്റാക്കുക. പിന്നെ ഫോർമാറ്റ് ഇവിടെ MP4 തന്നെയാണ് വേണ്ടെങ്കിൽ MP4 സെറ്റാക്കുക. കൊടയൊക്കെ ഏതാണ് വേണ്ടതെന്ന് സെറ്റാക്കുക. പിന്നെ ഈ യൂസ് ഹാർഡ്വെയർ ആക്സിലറേഷൻ ഇങ്ങനത്തെ തുടങ്ങിയ സെറ്റിങ്സുകൾ ഏത് ടൈം ലൈൻ റെസൊല്യൂഷനാണ് വേണ്ടത് അത് സെറ്റാക്കുക. എത്ര ഫ്രെയിമാണ് വേണ്ടത് സെറ്റാക്കുക. അതുപോലെ റിസ്ട്രിക്റ്റീവ് എന്നുള്ള ഇവിടെ സെറ്റാക്കുക. താഴത്തെ എന്തൊക്കെ സെറ്റിങ്സ് കൊടുക്കണ്ടോ ഈ സെറ്റിങ്സ് ഒക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രീസെറ്റ് നമുക്ക് എല്ലാ വീഡിയോയിലും വേണമെന്നുണ്ടെങ്കിൽ നേരെ ഇവിടെ വരിക. എന്നിട്ട് സേവ് ആസ് ന്യൂ പ്രീസെറ്റ് കൊടുക്കുക, എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ ആ ഒരു പ്രീസെറ്റ് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ വന്നിട്ട് ഇത് ഞാൻ പ്രീസെറ്റ് ചെയ്ത് വെച്ചാണ് കണ്ടോ. ഈ ഒരു ഫോൾഡറിൻ്റെ പാത്ത് സംഭവങ്ങളൊക്കെ വന്ന് കണ്ടോ. അതേപോലെ അങ്ങനെ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇനി നമുക്ക് ടൈം ലൈൻ്റെ റെസൊല്യൂഷനും കാര്യങ്ങളും നമ്മൾ ന്യൂ ഒരു ടൈം ലൈൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ന്യൂ ടൈം ലൈൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതേപോലെ യൂസ് പ്രോജക്ട് സെറ്റിങ്സ് ഇവിടെ ഓഫാക്കി ഓരോ പ്രാവശ്യം ഇങ്ങനെ 4K ആക്കി വരിക എന്ന് കരുതുക. അല്ല അങ്ങനെ ഏതെങ്കിലും നമുക്ക് ഇതേപോലെ ടൈം ലൈനിൽ ഇതേപോലെ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കേണ്ട ഒരു പ്രശ്നം ഇല്ലാതിരിക്കാൻ എന്ത് ചെയ്താൽ മതി എന്നറിയോ, നേരെ ഈ ഒരു ഐക്കൺ ഉണ്ട്, ഗിയർ ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ ഒരു റെസൊല്യൂഷൻ നമുക്ക് വേണ്ടത് ഏതാണെന്ന് സെറ്റ് ചെയ്യുക. ടൈം ലൈൻ റെസൊല്യൂഷന്. അതേപോലെ ടൈം ലൈനിൽ എത്ര ഫ്രെയിമിലാണ് നമ്മൾ സാധാരണ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഫ്രെയിം നമുക്കറിയാലോ, അതേ ഫ്രെയിമിൽ സെറ്റ് ആക്കുക. പിന്നെ റെസൊല്യൂഷൻ ഓഫ് വീഡിയോ കാണാനുള്ള ആ റെസൊല്യൂഷൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ അതേപോലെ ഇതൊക്കെ സെറ്റ് ചെയ്യാം. നമുക്ക് ക്യാഷ് ഫയൽ ഇവിടെ വരണം, എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ എന്തൊക്കെ സെറ്റ് ചെയ്യണ്ടോ, എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യേണ്ട അതൊക്കെ കളർ മാനേജ്മെൻ്റ് ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് സേവ് ചെയ്യാം. അപ്പോൾ ഇവിടെ ചേഞ്ച് എന്തെങ്കിലും വരുത്തിയിട്ടുണ്ട് വേണമെന്ന് ചോദിക്കും, ചേഞ്ച് കൊടുക്കുക. അതിന് ശേഷം എന്ത് ചെയ്യുക,
ഇവിടെ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു സെറ്റിങ്സ് ആണല്ലോ ഇപ്പോൾ ഉള്ളത്, 4K നമ്മൾ ചെയ്ത സെറ്റിങ്സ് തന്നെ ആയിരിക്കും. ഇവിടെ വരിക, ഇതിൽ സെറ്റ് കറൻറ്റ് സെറ്റിങ്സ് ആസ് ഡിഫാൾട്ട് പ്രീസെറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം നമ്മൾ ഓൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓരോ പ്രാവശ്യം ടൈം ലൈൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇതേപോലെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ ടൈം ലൈൻ തന്നെ ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമല്ല, നമ്മൾ മൊത്തം സെറ്റ് ചെയ്ത ഒരു സംഭവത്തിനെ നമ്മൾ ഇവിടേക്ക് ഇമ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മതി. ആ ഒരു കാര്യമാണ് അടുത്ത പറയാൻ പോകുന്നത്. ഇനി നമ്മുടെ മാസ്റ്റർ ആയിട്ടുള്ള പ്രധാന സെറ്റിങ്സ് നമ്മൾ ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആവശ്യമുള്ള അത്ര ട്രാക്കുകൾ ടൈം ലൈനിൽ ആഡ് ചെയ്യുക. ഓഡിയോ ട്രാക്കുകൾ, വീഡിയോ ട്രാക്കുകൾ, നമ്മൾ നേരത്തെ ചെയ്ത ആ ഒരു ട്രാക്ക് സെറ്റിങ്സ് ഒക്കെ ഇതിൻ്റെ അകത്ത് വന്നാലും കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ വേണ്ട കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കുക. ഇതിനൊക്കെ പേര് കൊടുക്കുക. ഇത് എഫക്റ്റ് ആണെങ്കിൽ എഫക്റ്റ് എന്നുള്ള പേര് കൊടുക്കുക. ഇത് നമ്മുടെ മെയിൻ വീഡിയോ ആണെങ്കിൽ മെയിൻ വീഡിയോ പേര് കൊടുക്കുക. അങ്ങനെ നമുക്ക് എന്തൊക്കെ ട്രാക്കിന് പേര് കൊടുക്കണോ, ഇനിയിപ്പോൾ ഇവിടെ ടൈറ്റിലാണെങ്കിൽ ടൈറ്റിൽ എന്നുള്ളൊരു പേര് കൊടുക്കുക. ഇനി ആഡ് ട്രാക്കിൻ്റെ അകത്ത് നമുക്ക് സബ് ടൈറ്റിൽ ട്രാക്കുകൾ ആഡ് ചെയ്യണമെങ്കിൽ സബ് ടൈറ്റിൽ ട്രാക്കുകൾ ആഡ് ചെയ്യുക. ഓഡിയോക്ക് അതുപോലെ മ്യൂസിക്, വോയിസ് ഓവർ, വോയിസ് കംപ്രഷൻ ചെയ്ത് വെച്ചതാണെങ്കിൽ നമ്മൾ സെറ്റിങ്സിൽ കംപ്രഷൻ ചെയ്ത് വെച്ചാണെങ്കിൽ അത് എല്ലാ സംഭവം ആഡ് ചെയ്യുക. ഇനി കളറുകൾ വേണമെങ്കിൽ ഓരോ ട്രാക്കിന് ഇതേപോലെ കളറുകൾ പ്രീസെറ്റ് ചെയ്ത് വെക്കാം. ഈ ട്രാക്കിൻ്റെ അകത്തേക്ക് നമ്മൾ ഇനി എന്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കളറിലാണ് കേട്ടോ വരിക. കാണിച്ചാൽ എക്സാമ്പിളായിട്ട് ഈ ഒരു വീഡിയോ ഞാൻ ഫസ്റ്റ് ട്രാക്കിൽ ആഡ് ചെയ്യുക റോസ് ആയിരിക്കും, 2ൽ ആഡ് ചെയ്യുക പച്ചയായിരിക്കും, 3ൽ ആഡ് ചെയ്യുക നീലായിരിക്കും. അപ്പോൾ നമുക്ക് ഇതേപോലെ ട്രാക്കുകൾക്ക് കളറുകൾ സെറ്റ് ചെയ്ത് വെക്കാം. പിന്നെ ഈ ഓഡിയോ ട്രാക്കിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വോയിസ് ഐസൊലേഷൻ ഓൺ ആക്കി ഇടാം. ഇതിൻ്റെ DB അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് എന്തൊക്കെ സെറ്റിങ്സുകൾ ചെയ്ത് വെക്കാൻ പറ്റുമോ അത്രയും സെറ്റിങ്സുകൾ ടൈം ലൈനിൽ സെറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ അല്ലേ? എന്നിട്ട് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും വീഡിയോസോ അല്ല അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറൊക്കെ ഡിഫോൾട്ടായിട്ട് വന്ന് കിടക്കണമെങ്കിൽ അതും ചെയ്ത് വെക്കാം. എല്ലാം ചെയ്ത ശേഷം നേരെ എന്ത് തരാം, ഈ മാസ്റ്ററിൻ്റെ അകത്ത് തന്നെ വന്നിട്ട് ഈ ടൈം ലൈൻ കണ്ടോ. ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ടൈം ലൈൻ ആണല്ലോ ഈ ടൈം ലൈനിൽ. ഇതിൻ്റെ പേര് എന്തെങ്കിലും നമുക്ക് ഡിഫോൾട്ടായിട്ട് മാറ്റിയിട്ടുണ്ടെങ്കിൽ ഡാർക്ക് വൂൾഫ് എന്തെങ്കിലും ഒരു പേര് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. ഇതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക അറിയാം, ടൈം ലൈൻസ് ഉള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും അല്ലേ. മുകളിൽ തന്നെ ഇതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ടൈം ലൈൻ എന്നുള്ള ഓപ്ഷനിൽ വന്നിട്ട് എക്സ്പോർട്ട് ടൈം ലൈൻ കാണാൻ പറ്റും. അതിൽ AFF XML എന്നൊക്കെ പറഞ്ഞാൽ ഈ ഒരു സംഭവമല്ലേ ഫസ്റ്റ് കാണുന്നത്, ഇത് തന്നെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ ഒരു ടൈം ലൈൻ എന്ത് ചെയ്യണം, നമ്മൾ ഏതെങ്കിലും ഒരു ബിന്നിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു സെറ്റ് ചെയ്ത ബിന്നിലേക്ക് സേവ് ചെയ്ത് വെക്കുക. അടുത്ത പ്രാവശ്യം എന്ത് ചെയ്യുക, ഇതൊക്കെ ഡിലീറ്റ് ചെയ്ത് പുതിയൊരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോണേ. ആദ്യം മുതൽ വരികയാണ്. ഞാൻ പുതിയൊരു ന്യൂ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇവിടെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, ന്യൂ ടൈം ലൈൻ എടുക്കും. ഇതിൻ്റെ അകത്ത് ഇമ്പോർട്ട് കൊടുത്തും ഇത് കൊടുത്തിട്ട് ഇപ്പോൾ ഡാർക്ക് വൂൾഫുള്ള ഈ ഒരു പ്രീസെറ്റിനെ ഓൺ ചെയ്തു. അല്ലെ വേറൊരു പ്രീസെറ്റ് ഞാൻ നേരത്തെ ചെയ്ത് വെച്ചൊരു പ്രീസെറ്റാണ്, ഇതിനെ ഓൺ ചെയ്ത് ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ടൈം ലൈൻ ആയിരിക്കും പിന്നെ നമുക്ക് ഇവിടെ ഇമ്പോർട്ട് ആകും. കണ്ടോ, ആ ഒരു വീഡിയോ അടക്കം സെറ്റാക്കി വെച്ചാൽ ആ ഒരു ടൈം ലൈൻ, ഓഡിയോൻ്റെ സെറ്റിങ്സുകളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ സെറ്റിങ്സുകളില്ലേ, വോയിസ് ഓവർ, ട്രാക്ക് എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങളൊക്കെ വന്നു. ഇവിടെ എനിക്ക് എഫക്റ്റ് ടൈറ്റിൽ എന്നൊക്കെ പറഞ്ഞ് വേറെ വേറെ കളറുകൾ വന്നു. ട്രാക്ക് മാറ്റിയാൽ കളർ മാറും. കണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെറ്റാക്കിയ ഒരു ടൈം ലൈനാണ് എനിക്ക് ഇവിടേക്ക് വന്നത്. സിമ്പിൾ അല്ലേ? അപ്പോൾ ഇതേപോലെയാണ് ടൈം ലൈൻ മൊത്തത്തിൽ പ്രീസെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് പറഞ്ഞ സമയത്ത് എവിടെയെങ്കിലും എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, ഞാൻ ഭക്ഷണം കഴിച്ചില്ല, ഭയങ്കരമായിട്ട് വിശക്കുന്നു, ഇപ്പോൾ വൈകുന്നേരം ആ ഒരു സ്പീഡിൽ വന്ന് പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ നിങ്ങൾ പറയുന്നത് എനിക്ക് ചോറൊക്കെ തന്നെ ചെയ്താൽ പാടാ, എത്ര തിരക്കിട്ടതിനെ കടന്ന് ചെയ്ത് പോയി, ക്ഷമിക്കും. വല്ലതും പറഞ്ഞ പോലെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ കോൺടാക്ട് ചെയ്യണമെങ്കിലും ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ്, ടെലഗ്രാം എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓർഡർ ആയിട്ട് പഠിക്കാൻ വേണ്ടി വെബ്സൈറ്റിൽ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.